ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പൻ്റെ അപാര ഭക്തവാത്സല്യവും കാരുണ്യവും കൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ ഇരുന്നു കൊണ്ട് പെരുന്തിട്ട മഹാദേവ ക്ഷേത്രത്തിൽ ഭദ്രകാളി അവതാരം, അതായത് ഭരതചരിത്രം എന്ന് പറയുമ്പോൾ ഭദ്രകാളി അവതാരം വരെ അവതരിപ്പിക്കാൻ ജന്മാന്തര പുണ്യം കൊണ്ട് കിട്ടിയ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഇതുവരെ പ്രഭാഷണം ചെയ്ത പാരായണം ചെയ്ത ആചാര്യന്മാർക്കും ഇതുവരെ പ്രഭാഷണം ചെയ്ത എല്ലാ ആചാര്യന്മാർക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന നാരായണസ്വാമി ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തകർക്കും ഗുരുവായൂരപ്പൻ ആയുരാരോഗ്യ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മഹാദേവൻ്റെ ക്ഷേത്രമല്ലേ, അപ്പോൾ മഹാദേവന് ഇഷ്ടപ്പെട്ടൊരു കീർത്തനം ചൊല്ലാം. നമ്മളെല്ലാവരും സന്ധ്യയ്ക്ക് ഭവനങ്ങളിൽ നാമം ജപിക്കുന്നൊരു സംസ്കാരമുള്ള അമ്മമാരാണ്, അല്ലെങ്കിൽ ആയിരുന്നു, ഓർമ്മയുള്ളവരുണ്ടാവും അല്ലേ. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ, നരകാവാരീതി നടുവിൽ ഞാൻ, നരകത്തീന്നെന്നെ കരകേറ്റിയിടേണം, തിരുവേക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശംഭോ ശിവശംഭോ. മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമാറുന്നു പോം മനമെല്ലാം, മനതാരിൽ വന്നു വിളയാടിയിടേണം, തിരുവയ്ക്കും വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ശിവശിവായൊന്നും പറയാവാതല്ലേ മഹമായ തൻ്റെ പ്രകൃതികൾ, മഹമായ നീ കേട്ടരുളേണം നാഥ, തിരുവയ്ക്കും വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ, വഴിക്കു നേർവഴി അരുളേണം നാഥ, തിരുവയ്ക്കും വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. എളുപ്പമായുള്ള വഴിയെ കാണുമ്പോൾ ഇടയ്ക്കിടെയാറു പടിയുണ്ട്, പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ
ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഗുങ്കുരുഭ്യോ നമ. ഗംഗണപതേ നമ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. അൻപാർന്നങ്കത്തിലേറ്റിപ്പരിചൊടുമുലയൂട്ടും മാതാവിനെ തൻ കൊമ്പിന്തുമ്പാൾ ചൊറിഞ്ഞും തിരുമുടിയിൽ വിടങ്ങുന്ന മുക്തേന്ദുകണ്ഠം തുമ്പിക്കയ്യാൽ മന്ദം തടവിയും അഗജാശങ്കരർക്കുള്ളിലൊപ്പം സംഭുല്ലാനന്ദമേകും ശിശുഗജവദനൻ നീക്കണം വിഘ്നമെല്ലാം. ഗണപതേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. 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 നമഃ ശിവായ നമഃ ശിവായ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന വിഷയം പഞ്ചമസ്കന്ധം. പഞ്ചമസ്കന്ധത്തിൽ സ്ഥാനം എന്ന ലക്ഷണത്തോടുകൂടി നമ്മൾ ഋഷഭാവതാരം വരെ കേട്ടു അല്ലേ. ഋഷഭൻ എന്ന് വെച്ചാൽ ശ്രേഷ്ഠൻ. ഋഷഭൻ്റെ വംശപരമ്പര വർണ്ണിച്ചു വന്നു. ഋഷഭദേവൻ ജയന്തിദേവിയെ വിവാഹം കഴിച്ചു എന്നും അതിൽ 100 പുത്രന്മാർ ഉണ്ടായി എന്നും മൂത്തപുത്രൻ്റെ പേരെന്താ ഭരതൻ എന്നും പിന്നെ 9 പേര് രാജാക്കന്മാരായി 9 ദ്വീപുകൾ 9 ഭൂഖണ്ഡങ്ങൾ ഭരിച്ചു എന്നും പിന്നെ 81 പേര് കർമ്മടരായ ബ്രാഹ്മണരായി തീർന്നു. പിന്നെ 9 പേര് കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായൻ, ആവിർഹോത്രൻ, ദ്രുമളൻ, ചമസൻ, കരഭാജൻ 9 പേരും നവയോഗികളായി മാറി എന്നും പറഞ്ഞു. ഇനി ഈ നവയോഗികളെ പിന്നെ നമുക്ക് ഏകാദശ സ്കന്ധത്തിൽ കാണാം. ഭഗവാനെ കാണുവാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ദ്വാരകയിലേക്ക് വരുന്ന ആളാണ് നാരദൻ അല്ലേ. ദക്ഷൻ്റെ ശാപവും ജരയുടെ ശാപവും ഉള്ളതുകൊണ്ട് മറ്റുള്ളിടത്തെങ്ങും അധിക നേരം ഇരിക്കാൻ പറ്റില്ല നാരദന്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സമയം ചെലവഴിക്കുന്നത് ദ്വാരകാനാഥൻ്റെ ഭഗവാന്റെ അടുത്താണ്. കൃഷ്ണദർശന ലാലസ എന്നാണ് ഏകാദശത്തിലെ ആ ശ്ലോകം. അങ്ങനെ പലപ്പോഴും വരുമ്പോഴൊന്നും വാസുദേവരെ കാണും, ചിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു സന്ദർഭത്തിൽ ഭഗവാന്റെ അച്ഛനമ്മമാരായ വസുദേവർക്കും ദേവകീദേവിക്ക് പോലും മനുഷ്യജന്മം എങ്ങനെ സഫലമാക്കാം, മായ എന്നാൽ എന്ത്, മായയെക്കുറിച്ച് അല്ലെങ്കിൽ മായയെ എങ്ങനെ തരണം ചെയ്യാം തുടങ്ങിയ അനേകം ചോദ്യങ്ങൾ 9 ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കൊക്കെ ഇതേ ചോദ്യം പണ്ട് നിമി മഹാരാജാവിൻ്റെ സദസ്സിൽ വന്ന നവയോഗികൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞ ഈ സന്ദർഭം നമുക്ക് 11ാമത്തെ സ്കന്ധത്തിൽ ഏകാദശ സ്കന്ധത്തിലേക്ക് മാറ്റിവെക്കുന്നു നവയോഗികളുടെ കഥ. ഇവിടെ മൂത്തപുത്രനായ ഭരതൻ്റെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. മൂത്തപുത്രനായ ഭരതൻ. അതുവരെ നമ്മുടെ രാജ്യത്തിൻ്റെ പേരെന്തായിരുന്നു? ഭരതൻ ഭരിക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ രാജ്യത്തിൻ്റെ പേര് അല്ലെ രാഷ്ട്രത്തിൻ്റെ പേര് അജനാഭം. അജനാഭം എന്നായിരുന്നു നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പേര്. ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് ഭാരതം എന്നു പേര് വന്നത് എന്ന് ഭാഗവതം. എന്നാൽ വേറൊരു സ്ഥലത്ത് കാണാം ശകുന്തളയും ദുഷ്യന്ത മഹാരാജാവും അവർക്കുണ്ടായ മകൻ ഭരതൻ ഭരിച്ചതുകൊണ്ടും ഭാരതം എന്ന പേര് വരുന്നു എന്ന്. ഏതായാലും ഇരിക്കട്ടെ. ഭാരതം എന്താണ്? ഭാരതം എന്ന വാക്കിൻ്റെ അർത്ഥം ഭാസിൽ രതിയുള്ളവർ ആരോ അവർ ഭാരതീയർ.
ഭാസ് എന്ന് പറയുമ്പോൾ ഭാസുൽ ഭാസുൽ സഹസ്രപ്രഭമരിതര കൗമോദകീ പങ്കജാനി ദ്രാഹിഷ്ടൈർബാഹുദണ്ഡൈർ ദതമചിതമാപീതവാസോവസാനം ധ്യായേൽ സ്പായേൽ കിരീടോജ്വല മകരമഹാകുണ്ടലം വന്യമാല വത്സശ്രീ കൗസ്തുപാഠ്യം സ്മിതമധുരമുഖം ശ്രീധരാശിഷ്ടഭാഷ്യം. ഭാസം എന്ന് പറഞ്ഞാൽ ഭാസിൽ രതിയുള്ളവർ. ഭാസം വെച്ചാൽ പ്രകാശം എന്നെടുക്കാം, ജ്ഞാനം എന്നെടുക്കാം, ചൈതന്യം എന്നെടുക്കാം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ബ്രഹ്മത്തിൻ്റെ ചൈതന്യം സൂര്യപ്രകാശത്തിൻ്റെ രൂപത്തിൽ, സൂര്യൻ്റെ ഒരു ചൈതന്യത്തിൻ്റെ അംശം ആർക്ക് കിട്ടി? ചന്ദ്രന് കിട്ടി. ബ്രഹ്മത്തിൻ്റെ കുറച്ചംശം സൂര്യന് കിട്ടി, ചന്ദ്രന് കിട്ടി, നക്ഷത്രങ്ങൾക്ക് കിട്ടി, നമുക്കും കിട്ടി അല്ലേ? നമുക്കും കണ്ണൻ്റെ ഗുരുവായൂരപ്പൻ്റെ ഒരു തുള്ളി കാരുണ്യമുള്ളത് കൊണ്ടാണ് ശ്രീമൽ ഭാഗവതത്തിൻ്റെ മുമ്പിലേക്കൊന്നു വരാൻ അല്ലേ? എത്രയോ കോടി ജനങ്ങളുണ്ട്. എത്ര പേർക്ക് ഭാഗവതം കേൾക്കുവാൻ, വായിക്കുവാൻ, പഠിക്കുവാൻ അല്ലെ ഇതുപോലെയുള്ള സപ്താഹവേദികളിൽ, സത്രവേദികളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നു? മുക്താനാമപി സിദ്ധാനാം വസുദേവ പരായണ സുദുർലഭ പ്രശന്താത്മാ കോടിഷ്വപി മഹാമുനി. ഇനി ആത്മീയതയിലേക്ക് പ്രവേശിക്കുന്നവരും കോടിക്കണക്കിന് ആളുണ്ടാവും. പക്ഷേ ആത്മസാക്ഷാത്കാരം കിട്ടണം, കണ്ണനെ അനുഭവിക്കണം എന്ന് വിചാരിച്ചു കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന എത്ര പേരുണ്ടാവും? പകുതി വെച്ച് ഏതെങ്കിലും നിർത്തി മുറിഞ്ഞു പോവും. ഇല്ല, എന്തൊക്കെ പ്രതിബന്ധം വന്നു കഴിഞ്ഞാലും, ഏതൊക്കെ തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെയൊക്കെ തട്ടിമാറ്റി, ഗംഗാപ്രവാഹം ഒഴുകുമ്പോൾ ഇടയ്ക്ക് പല തടസ്സങ്ങളും വന്ന് തട്ടിമാറ്റി ഒഴുകുന്നത് പോലെ ആ കണ്ണൻ്റെ തൃച്ചേവടികളിൽ ചൊല്ലി അല്ലേ, യോഗീന്ദ്രാണം ത്വദംഗേഷു അധിക സുമധുരം, അധിക സുമധുരം. ആ കണ്ണൻ്റെ കാരുണ്യം, ആ തൃപ്പാദാരവിന്ദം മുറുകെ പിടിച്ചാൽ കരാരവിന്ദേന പധാരവിന്ദം അല്ലേ, മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശ്യാനം ബാലം മുകുന്ദം മനസാസ്മരാവകി. ആ ഭഗവാന്റെ തൃച്ചേവടികളെ ഇത്ര സ്വാദുണ്ടോ? സാധു സ്വാദു പതേ പതേ. ഭഗവാനെ ആശ്രയിച്ചു നോക്കൂ. ഓരോ ദർശനത്തിലൂടെയും കണ്ണൻ നമ്മുടെ ജന്മജന്മാന്തരങ്ങളായ പാപങ്ങളെ ഹനിക്കുന്നു. ശ്രീമൽ ഭാഗവതം ഒരാവർത്തി കേൾക്കൂ, നമ്മുടെ ഒരു ജന്മത്തെ പാപം പോയി. വീണ്ടും ഒരു തവണ സപ്താഹം മുഴുവൻ കേൾക്കൂ. ഇടയ്ക്ക് അരമണിക്കൂർ കേൾക്കുന്ന കാര്യമല്ല പറഞ്ഞത്, മുഴുവൻ വിഷ്ണു സഹസ്രനാമം മുതൽ മുഴുവൻ കേട്ടു നോക്കൂ. ഓരോ സപ്താഹം കഴിയുമ്പോഴും നമ്മുടെ പ്രാരബ്ധങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ കുറഞ്ഞു 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 വരുന്നതായി അനുഭവങ്ങളിലൂടെ പറയുകയാണ്. നോട്ട് പഠിച്ചു പറഞ്ഞ സ്വന്തം ജീവിതാനുഭവത്തിലൂടെ പറയുക. കണ്ണനെ ആശ്രയിച്ചോളൂ. കണ്ണൻ്റെ പധാരവിന്ദങ്ങളെ ശരണാഗതി അടഞ്ഞാൽ ഭഗവാൻ ഒരിക്കലും ആ ജീവനെ കൈവിടില്ല എന്നാണ് ഭാരതചരിത്രത്തിലൂടെ ഭദ്രകാളി വന്ന് രക്ഷിക്കുന്ന രംഗം അല്ലേ. തൻ്റെ ശിരസ്സറുക്കാൻ പോകുമ്പോൾ പോലും യാതൊരു ചഞ്ചലതയും ഇല്ലാതെ നിൽക്കുന്ന ഭരത മഹാരാജാവ് അല്ലേ. അപ്പം ആ ഭരതൻ ഇതാ പഞ്ചജന്യ വിവാഹം കഴിച്ച് അതിൽ 5 പുത്രന്മാരുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വരൂപൻ്റെ പുത്രിയായ പഞ്ചന്യെ വിവാഹം കഴിച്ച് സുമതി, രാഷ്ട്രഭൃതം, സുദർശനം, ധ്രുമകേതും തുടങ്ങിയതായ 5 മക്കൾ ഉണ്ടായി എന്ന് പറഞ്ഞു. അതിനുശേഷം ഭാരതത്തിൻ്റെ മഹിമ അല്ലേ, ഈ ഭാരത പുണ്യഭൂമിയിൽ ഗുരുവായൂർ എന്നും ഒന്നുകിൽ ഈ ശ്ലോകങ്ങൾ കേട്ടുകൊണ്ട് ഉണരുന്നവരായിരിക്കും, അതല്ലെങ്കിൽ നിർമാല്യ ദർശനത്തിനോ വാഗച്ചാർത്ത സമയത്തോ കാതിലേക്ക് വീഴും അല്ലേ. ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അല്ലേ. തിരുനാമ സങ്കീർത്തനമെന്നിയേ മറ്റേതുമില്ല യത്നമറിഞ്ഞാലും, അതു ചിന്തിച്ചു മറ്റുള്ള ലോകങ്ങൾ 13 ജനങ്ങളും
മറ്റു ദ്വീപുകളാറിലുമുള്ളോരും മറ്റു ഭൂഖണ്ഡമെട്ടിലുമുള്ളോരും മറ്റു 3 യുഗങ്ങളിലുള്ളവരും മുക്തി തങ്ങൾക്കു സാധ്യമല്ലയിൽ കലികാലത്തെ ഭാരതഖണ്ഡത്തെ കലിതാതരം വന്നു വണങ്ങിടുന്നു. അതിൽ വന്നൊരു പുല്ലായിട്ടെങ്കിലും ഇതു കാലം ജനിച്ചു കൊണ്ടിടുവാൻ യോഗ്യത വരുത്തിയിടുവാൻ തക്കൊരു ഭാഗ്യം പോരാതെ പോയല്ലോ ഭഗവാനെ എന്ന് പാടുന്ന വരികൾ. എന്താ പറഞ്ഞത്? അതുകൊണ്ട് ഭാരതഖണ്ഡത്തിൽ പിറന്ന മനുഷ്യർക്ക് ഓരോരുത്തർക്കും, ഭാരതഖണ്ഡത്തിൽ പിറന്ന മനുഷ്യർക്കും കലിക്കും, അപ്പം കലിയുഗത്തിൽ ഭാരത പുണ്യഭൂമിയിൽ ഒരു മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമാണ്. ആ ഭാരതത്തിൻ്റെ മഹിമയാണ് പൂന്താനം തിരുമേനി തൻ്റെ ജ്ഞാനപ്പാനകളിലൂടെ പാടിയത്. അപ്പോൾ 13 ലോകങ്ങളിലുള്ളവരും ആഗ്രഹിക്കുന്നു. എത്ര ലോകങ്ങളാണ്? ഭൂമിക്ക് മേളിലോട്ട് 7 ലോകങ്ങൾ, ഭൂമിക്ക് താഴോട്ട് 7 ലോകങ്ങൾ, അങ്ങനെ 7 14 ലോകങ്ങൾ. അതിൽ ഭൂലോകം, ഭുവർലോകം, സുഖലോകം എന്നുള്ളതിൽ ഭൂലോകത്തിലാണ് മനുഷ്യരുടെ വാസം. അപ്പോൾ ഭൂലോകമാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുപോലെ മറ്റ് ഖണ്ഡങ്ങൾ 8 ഭാരതത്തിലെ മഹത്വം എന്താ? ഭാരതത്തിലാണ് നരനാരായണന്മാർ ഇല്ലേ? ബദ്രി വിശാലിക്ക് ജായ്. തപസ്സിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഒക്കെ ആ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് കൽപ്പാന്തം മുഴുവനും നരനും നാരായണനുമായി തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ബദരി വിശാലിനെ നാരദ മഹർഷി പൂജിച്ചുകൊണ്ട് ഭാരതത്തിലിരിക്കുന്നു. അത് ഭാരതത്തിൻ്റെ ഒരു മഹത്വമാണ്. പിന്നെ മറ്റു 3 യുഗങ്ങൾ, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരം ഒക്കെ കഴിഞ്ഞിട്ടാണ് കലിയുഗത്തിലെത്തുക. അപ്പോൾ മറ്റു 3 യുഗങ്ങളിലുള്ളവർ പോലും ആഗ്രഹിക്കുന്ന എന്തേ? കലിയുഗത്തിൽ ഞങ്ങൾക്ക് ഒരു ജന്മം കിട്ടിയിരുന്നു എങ്കിൽ എന്ന്. ഇനി അടുത്ത ഈ അധ്യായങ്ങൾ കുറേ കഴിഞ്ഞ് 19-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നമുക്ക് കാണാൻ സാധിക്കും. അനേകം യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ നടത്തിക്കഴിഞ്ഞിട്ട് ദേവന്മാരായി സ്വർഗലോകത്തേക്ക് പോയവർ പോലും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു, ഗുരുവായൂരപ്പാ, അതേ ഞങ്ങൾ കുറച്ച് പുണ്യമൊക്കെ ചെയ്തിട്ടാണല്ലോ സ്വർഗത്ത് വന്നിപ്പോൾ ദേവന്മാരായിട്ടിരിക്കുന്നത്. പുണ്യത്തിൻ്റെയൊക്കെ ഫലം തീർന്നു കഴിഞ്ഞിട്ട് കുറച്ച് പുണ്യം മിച്ചമുണ്ടെങ്കിൽ ഭാരത പുണ്യഭൂമിയിൽ കലിയുഗത്തിൽ ഒരു മനുഷ്യജന്മം ഞങ്ങൾക്ക് തരണേ എന്ന് ദേവന്മാർ പോലും പ്രാർത്ഥിക്കുന്നു. അത്രയ്ക്ക് മഹത്വമാണ് കലിയുഗത്തിൽ മനുഷ്യജന്മം കിട്ടുക എന്നുള്ളത്. ന എത്ര വൈകുണ്ഠ കഥാസുതാഭാഹ ന സാധവോ ഭാഗവതസ്തദാശ്രയാഹ ന എത്ര യജ്ഞേശ മഹാമഹോത്സവാഹ ശുരേശലോകോപി സവൈ സസേവ്യതാം എന്ന. എവിടെയൊക്കെ ഭഗവാന്റെ പുണ്യകഥകളുണ്ടോ, അല്ലെങ്കിൽ പുണ്യകഥകളില്ലാത്തടം, അല്ലെങ്കിൽ ഭാഗവതത്തെ ആശ്രയിക്കുന്നവരില്ലാത്തടം, ഭഗവാന്റെ ഉത്സവങ്ങൾ യാഗങ്ങളൊക്കെ ഇല്ലാത്തടം, അത് സുരേശലോകോപി നവൈ സസേവ്യത, അത് സുരന്മാരുടെ ലോകമാണല്ലേ, ബ്രഹ്മാവിൻ്റെ ലോകമാണെന്ന് പറഞ്ഞാൽ പോലും അവിടെ സജ്ജനങ്ങളോ ഭഗവതാശ്രയങ്ങളോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളോ യജ്ഞങ്ങളോ ഒന്നും നടക്കുന്നില്ലെങ്കിൽ അതിനൊന്നും മഹത്വമില്ല. അതാണ് ഭാരതത്തിൻ്റെ മറ്റൊരു മഹത്വം ഇല്ലേ. അങ്ങനെ ഓരോരോ ഭൂഖണ്ഡങ്ങളിൽ ഹരിവർഷത്തിലെ പ്രഹ്ലാദൻ നരസിംഹമൂർത്തിയെ ഭജിച്ചുകൊണ്ട്, രമ്യകത്തിലെ സത്യവ്രതം മഹാരാജാവ് മത്സ്യമൂർത്തിയെ സ്മരിച്ചുകൊണ്ട്, ഉത്തരഗുരുവിലെ ഭൂമിദേവി വരാഹമൂർത്തിയെ സേവിച്ചുകൊണ്ട്, ഇങ്ങനെ നമ്മുടെ ഭാരത പുണ്യഭൂമിയിൽ പല പല ഭൂഖണ്ഡങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ഉപാസനാദേവതയെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. അതൊരു മഹത്വം. അതുകൂടാതെ എത്രയെത്ര നദികളാണ് അല്ലേ. രാവിലെ കുളിക്കുമ്പോൾ നമ്മൾ ചൊല്ലും ഗംഗേ യമുനേ ചൈവ ഗോദാവേരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അതുപോലെ ചന്ദ്രവശ, താമ്രപർണി, കൃതമാല, കൃഷ്ണ, വേണി, തുംഗഭദ്ര, എത്രയെത്ര പുണ്യഭൂമികളാണ്. ഇനിയും ഗംഗയ്ക്ക് തന്നെ ഭഗവാന്റെ വാമനമൂർത്തിയുടെ പാദത്തിൽ നിന്ന് ഒഴുകി വന്ന ഗംഗ ചില സ്ഥലങ്ങളിൽ ബദരിയിലൊക്കെ അളകനന്ദ, ചില സ്ഥലങ്ങളിൽ ഭാഗീരഥി, മന്ദാകിനി, ഇത് നദികൾ സന്ധിക്കുന്ന സ്ഥലത്ത് നമ്മൾ ദേവപ്രയാഗ, വിഷ്ണുപ്രയാഗ, കർണപ്രയാഗ, ബദരിയിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പർവ്വതങ്ങൾ, എത്രയെത്ര പർവ്വതങ്ങൾ, മലയം, മൈനാകം, ത്രികൂടം, ഋഷഭം, കുടകം,
ഋഷ്യമൂലം, ശ്രീശൈലം, ഇങ്ങനെ എത്രയെത്ര പുണ്യഭൂമികളാണ് നമ്മുടെ ഭാരതത്തിലുള്ളത്. ഇതെല്ലാം ഭാരതത്തിൻ്റെ മഹത്വമാണ്. അപ്പം അങ്ങനെയുള്ള ആ ഭാരത യോഗീശ്വരൻ ഈ ഭാരത പുണ്യഭൂമിയിൽ വളരെയധികം ധർമ്മ പ്രജാക്ഷേമ തൽപരനായി രാജ്യം ഭരിച്ചുകൊണ്ടങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിന് ഭഗവാനെ അച്ഛനായ ഋഷഭദേവൻ, നമ്മൾ കണ്ടു ഋഷഭോപദേശം എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടല്ലോ രാവിലെ അല്ലേ സ്വാമിനി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രജകളെയെല്ലാം വേണ്ടവിധം സേവിച്ചുകൊണ്ട് അച്ഛൻ പറഞ്ഞ ഈശ്വരാരാധന വളരെ ചെറുപ്പത്തിലെ കൗമാരേ ആചരയിൽ പ്രാപ്താൻ ഭാഗവതാനിഹ എന്ന് നമ്മുടെ പ്രഹ്ലാദകുമാരൻ പറഞ്ഞതുപോലെ ഋഷഭദേവനായ അച്ഛൻ പറഞ്ഞു കൊടുത്ത് വളരെ ചെറുപ്പത്തിലേ തന്നെ ഈശ്വരാനുഭൂതി നേടി വന്നു. അങ്ങനെ കൊട്ടാരത്തിലിരിക്കുമ്പോഴും തൻ്റെ ഉള്ളിൽ കേശാദിപാദം, ഇവിടെ പറഞ്ഞു അഗ്രേപശ്യാമി തേജോ നിപുടതരകളായി അല്ലേ, പീയൂഷ പ്ലാവിതോഹം. ആ വേണുഗോപാലമൂർത്തിയെ കണ്ടപ്പോൾ മേൽപ്പത്തൂരിന് ഒരു ആനന്ദ തിരമാലയിൽ ആറാടി എന്ന് പറഞ്ഞതുപോലെ, ആ പ്രേമപ്രവാഹത്തിൽ ആറാടി എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ സദാ ഭഗവാനെ അനുഭവിച്ചു കൊണ്ടിരുന്നു. എങ്കിലും അദ്ദേഹത്തിന് തോന്നി കൊട്ടാരം അല്ലേ, രാജ്യഭരണം അതുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് ഒക്കെ വന്നെങ്കിലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം പതുക്കെ എല്ലാം അടുത്ത തലമുറയെ ഏൽപ്പിച്ച് വനത്തിലേക്ക് പോയി. എവിടെ? ഹരിക്ഷേത്രം എന്നുകൂടി പേരുള്ള പുലഹാശ്രമത്തിനടുത്ത് ഗണ്ഡകീ നദിയുടെ തീരത്ത് ഉള്ള ഒരു ആശ്രമത്തിലേക്ക് പോയി. എന്തിനു വേണ്ടി? കൊട്ടാരത്തിലിരുന്നാൽ ഒരു പക്ഷേ ആത്മസാക്ഷാത്കാരം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്ത് സമാധിയിൽ നിന്ന് ഉണർന്നു. സമാധി അവസ്ഥയിൽ നിന്ന് ഉണർന്ന സമയത്ത് സന്ധ്യാവന്ദനത്തിനായി ഗണ്ഡകീ നദിയിലേക്ക് ഇറങ്ങിയ സമയത്ത് എന്താ ഉണ്ടായത്? അവിടെ ഗർഭിണിയായ ഒരു മാന് വെള്ളം കുടിക്കാനായിട്ട് വന്നു. വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു. അത് പൂർണ്ണമായില്ല. ആ സമയത്താണ്, കാടാണല്ലോ ഇല്ലേ, പുലഹാശ്രമം എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ കാടിൻ്റെ നടുക്കാണ് ഈ ഗണ്ഡകീ നദി. സാളഗ്രാമമൊക്കെ ഉണ്ടാവുന്ന ചക്രത്തിൻ്റെ ആകൃതിയിലുള്ള സാളഗ്രാമങ്ങൾ. അങ്ങനെ ഗണ്ഡകീ നദിയിൽ അപ്പോൾ അവിടെ വെള്ളം കുടിച്ചു കൊണ്ടിരുന്നു. എന്നാൽ വെള്ളം മുഴുവൻ കുടിച്ചു കഴിയുന്നതിന് മുമ്പാണ് സിംഹത്തിൻ്റെ ഗർജനം കേട്ടത്. സിംഹത്തിൻ്റെ ഗർജനം കേട്ട് പേടിച്ച് വെള്ളത്തിലേക്ക് എടുത്തു ചാടി നമ്മുടെ ഗർഭിണിയായ മാൻ. അപ്പം ചാട്ടം കൊണ്ടും ഭയം കൊണ്ടും ഇതാ പ്രസവവും കഴിഞ്ഞു. പ്രസവ ആലസ്യത്തിൽ ഉടനെ തന്നെ അമ്മ മാൻ മരിക്കുകയും ചെയ്തു. ശരി, അമ്മ മരിച്ച് ഈ ഗണ്ഡകീ നദിയിലൂടെ ആ ഇപ്പം പ്രസവിച്ച മാൻകുട്ടി ഒഴുകിപ്പോയെങ്കിലോ, അനാഥയായിപ്പോയെങ്കിലോ, തൻ്റെ മുമ്പിൽ ഒരു ജീവൻ അനാഥയാവാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഭരതയോഗീശ്വരൻ ആ മാനിനെ രക്ഷിക്കുന്ന രംഗം. മാന അപ്പുറം എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ ഗർഭിണിയായ അമ്മമാൻ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഈ കുഞ്ഞു മാനിനെ എടുത്ത് തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്നു. ശരിയാണ്, ഭൂതദയ, കാരുണ്യം എല്ലാം വളരെ നല്ലതാണ്. പക്ഷേ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ താൻ കൊട്ടാരം വിട്ടിറങ്ങിയത്, ഇപ്പോൾ അബത്തിൽ നിന്ന് വിഭ്രംശം വന്നു തുടങ്ങി അല്ലേ. ലക്ഷം ഒരു ഗായത്രിയൊക്കെ ജപിച്ചിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ഗായത്രിയുടെ എണ്ണം കുറഞ്ഞു വന്നു എന്ന് മാത്രമല്ല, പതുക്കെ കാരണം എന്താ, ഈ മാൻകുട്ടിയെ തന്നെ ലാളന, പ്രീണന, പോഷണ എന്നൊക്കെയാണ് ഭാഗവതം. ആ മാൻകുട്ടിക്ക് ഇളം പുല്ലുകൾ കൊടുക്കുക, മാൻകുട്ടിയെ ചൊറിഞ്ഞു കൊടുക്കുക, കളിപ്പിക്കുക, ഒരു മൃഗത്തിന് വേണ്ടതായ ഇതൊക്കെ ചെയ്തു കൊടുക്കുക. അപ്പോൾ താൻ രാവിലെ തേവാരം, പൂജ, ഗണോദ്യോമോ ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അയ്യോ മാൻകുട്ടി എവിടെ, മാൻകുട്ടി അങ്ങോട്ട് പോയി വല്ല ചെന്നായ്ക്കളോ കുറുക്കനോ പിടിച്ച് തിന്നുമോ എന്നൊക്കെ വിചാരിക്കുക. ഇനിയും പൂക്കൾ പറിക്കാനും ചമത പൊട്ടിക്കാനും ഒക്കെ കാട്ടിലേക്ക് പോകുന്ന അവസരത്തിൽ നമ്മുടെ മാൻകുട്ടിയെയും കൊണ്ടുപോകും. കുറച്ച് കഴിയുമ്പം മറ്റു മൃഗങ്ങളെയൊക്കെ കണ്ട് അവിടെയൊക്കെ നിൽക്കുന്ന കണ്ടാൽ മാനിനെ എടുത്ത് തോളയിൽ വയ്ക്കുക, മടിയിൽ വയ്ക്കുക. ഇങ്ങനെയൊക്കെ ആയി എപ്പോഴും മാനിനെ തന്നെ ചിന്തിച്ച്
എന്തിനെ ചിന്തിച്ച് നമ്മൾ ശരീരം ഉപേക്ഷിക്കുന്നുവോ നമ്മൾ അതായിട്ട് തീരും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഏത് പ്രവൃത്തി ചെല്ലുമ്പോഴും നമ്മൾ സദാ തൊൽപാദാബ്ജ സ്മരണ പരമാനന്ദലഹരി. ഏത് പ്രവൃത്തി, അതാണ് ഗോപികമാർ കാണിച്ചത്. ഗോപികമാർ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്നവരായിരുന്നില്ല, ആണോ? നേരം പ്രഭാതത്തിൽ എണീറ്റ് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവർ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് പ്രകൃതി രമണീയമായ വൃന്ദാവനത്തിൽ ഭഗവാനോടൊപ്പം അവർക്ക് രാസലീലയാടാൻ സാധിച്ചത്. അപ്പം ഇവിടെ നമ്മുടെ ഭരത ചക്രവർത്തി മാനിന് തന്നെ എപ്പോഴും തൻ്റെ നാമജപങ്ങൾ സന്ധ്യാവന്ദനാദികളൊക്കെ കുറഞ്ഞു വന്നു എന്ന് മാത്രമല്ല, ഒടുവിൽ ഒട്ടുമില്ലാതെയായി. എപ്പോഴും ആ മാനിനെ തന്നെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഊണിലും ഉറക്കത്തിലും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും എപ്പോഴും രാവിലെ രാത്രി കിടക്കുമ്പോൾ ഉറങ്ങുമ്പോൾ ഉള്ളിൽ കായാമ്പോ വർണ്ണം കണ്ടു കണ്ടെന്നുണരും ഞാൻ, ഉണരുമ്പോൾ മുമ്പിൽ കരിമോകിൽ വർണ്ണൻ തിരുമേനി എന്നു കാണും ഞാൻ. അങ്ങനെയൊക്കെ പാടിക്കൊണ്ടിരുന്ന ഭരതയോഗീശ്വരന് ഉറങ്ങുമ്പോഴും മാനിനെ തന്നെ ചിന്ത. ാലും മാനിനെന്ത് സംഭവിച്ചു എന്ന ചിന്തയാണ്. ഇങ്ങനെ മാനിനെ ചെന്ന് ചിന്തിച്ച ഒടുവിൽ എന്തായി? മാനിനെ ചിന്തിച്ച് ശരീരം ഉപേക്ഷിച്ചപ്പോൾ അടുത്ത ജന്മം ഒരു മാനായിട്ട് ജനിച്ചു. കാലഞ്ചര പർവ്വതം എന്ന് പറഞ്ഞ പർവ്വതത്തിനവിടെ ഒരു മാൻകുട്ടിയായിട്ട് ജനിച്ചു. പക്ഷേ അച്ഛനായ വൃഷഭദേവൻ വളരെ നേരത്തെ കൊടുത്ത ഉപദേശം കൊണ്ടും താൻ അച്ഛൻ കൊടുത്തത് കേട്ടിട്ട് കളയുകയല്ല ചെയ്തത്, അത് ജീവിതത്തിൽ അനുഷ്ഠിച്ചതുകൊണ്ട് പൂർവജന്മ സ്മരണയുണ്ടായി. താൻ മാനായിട്ട് ജനിക്കാൻ കാരണം താൻ കഴിഞ്ഞ ജന്മത്തിൽ അല്ലേ ഭരതയോഗീശ്വരനായ ഞാൻ ഇവിടെ ഒരു മാനിനെ ചിന്തിച്ചത് കൊണ്ടാണ് തനിക്ക് മാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വന്നത് എന്ന സ്മരണയുണ്ടായതുകൊണ്ട് ഇനി അങ്ങനെ ഒരു സംഘം ആരോടും വേണ്ട എന്ന് വിചാരിച്ച് അമ്മമാനായ അല്ലേ മാൻപേടയായ അമ്മമാനിനെയൊക്കെ ഉപേക്ഷിച്ച് കാലഞ്ചര പർവ്വതത്തിൽ നിന്നും നമ്മുടെ പഴയ ഭരതയോഗീശ്വരനായിട്ടിരുന്നപ്പോഴത്തെ അവിടെ വന്ന് കണ്ടുമുട്ടി ആ രംഗത്ത് പുലഹാശ്രമത്തിൽ തന്നെ എത്തിച്ചേർന്നു. അങ്ങനെ ഒരു പേടകളോടോ മാൻകുട്ടികളോടോ ആരോടും ഒരു സംഘം വേണ്ട, അല്ലെ ഒരു ജന്മം നഷ്ടപ്പെട്ടു, ഇനി ഈ ജന്മം അത് വേണ്ട എന്ന് വിചാരിച്ച് ആ പുലഹാശ്രമത്തിനടുത്തുള്ള സ്ഥലത്ത് ഉണങ്ങിയ ഇലയോ പുല്ലോ എന്താണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, പക്ഷേ മാനിൻ്റെ ശരീരത്തിലിരുന്നും എന്ത് ചെയ്തു? ഭഗവത് സ്മരണ ചെയ്തു. അതാണ് ശിവക്ഷേത്രമാവുമ്പോൾ നമുക്കൊന്ന് ഓർക്കാം ശിവാനന്ദലഹരി അല്ലേ? നരത്വം ദേവത്വം നഗവന മൃഗത്വം അശകത പശുത്വം കീടത്വം ഭവതി വിഹഗത്വാദിജനനം സദാ ത്വൽപാദാബ്ജസ്മരണ പരമാനന്ദലഹരി വികാരാസക്തം ചേൽ ഹൃദയം തേന വപുഷേ. അല്ലേ? നരത്വം മനുഷ്യജന്മം കിട്ടിയിട്ടോ അല്ലെങ്കിൽ ദേവത്വമോ ഈ പശുത്വമോ അല്ലേ കടിക്കാൻ വരുന്ന കൊതുവായാലോ ഏത് ശരീരം ഇരിക്കുന്നു എന്നുള്ളതല്ല, ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സദാ ത്വൽപാദാബ്ജ സ്മരണ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു. പൂർവജന്മ സ്മരണ സ്മൃതി കൊണ്ട് നമുക്കൊക്കെ ഒരാഴ്ച മുമ്പ് കഴിച്ചത് അല്ലെ ഒരാഴ്ച മുമ്പിലത്തെ സംഭവം ഉണ്ടെങ്കിൽ ഡയറി എഴുതി വെക്കുന്നവരാണെങ്കിൽ മറിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിലോ ഒന്നും ഓർമ്മയുണ്ടാവില്ല അല്ലേ? അപ്പോൾ പക്ഷേ അറിയാൻ സാധിക്കും, നമ്മൾ കുറേ നാമങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണ്, കഴിഞ്ഞ ജന്മത്തിൽ ആരാണ്, ജന്മ ഉദ്ദേശം എന്താണ്. ഓരോ ജീവനിലൂടെയും ഭഗവാൻ ഒരു ലക്ഷ്യവും ഒരു സന്ദേശവും സമൂഹത്തിനും നൽകാനുണ്ടാവും. അപ്പോൾ നാമജപത്തിലൂടെ നമുക്കറിയാനായിട്ട് സാധിക്കും. ഏതായാലും ആരോടും ഒരു സംഘമില്ലാതെ മാനങ്ങനെ ജീവിച്ചു. ഒടുവിൽ പ്രാരബ്ധത്തിൻ്റെ അവസാനമായി ഈ ശരീരം ഉപേക്ഷിക്കാൻ സമയമായപ്പോൾ ആ തീർത്ഥോദകത്തിൽ തന്നെ ആ ഗണ്ഡകീ നദിയിൽ തന്നെ ആ മാനിൻ്റെ ശരീരം അവിടെ ഉപേക്ഷിച്ചു. അതിനുശേഷം മൂന്നാമത്തെ ജന്മം, ഇനി നമ്മൾ ആറാമത്തെ സ്കന്ധത്തിൽ അജാമിളമോക്ഷം കാണും. അപ്പോൾ അവിടെ സാധകവാസനയാണ്, ഇവിടെ ബാധകവാസനയാണ് 3 ജന്മം കൊണ്ട്.
അപ്പോൾ ഭരതയോഗീശ്വരൻ ഇപ്പം മാനായി, മാനിൻ്റെ ശരീരം ഉപേക്ഷിച്ചു. ഇനിയും ഒരു അങ്കിരസ് ഗോത്രത്തിൽ വളരെ ഉപശമ ഇന്ദ്രിയ നിഷ്ഠകളൊക്കെ വേണ്ടവണ്ണം അനുഷ്ഠിച്ച് ധർമ്മിഷ്ഠനായിട്ട്, കാരണം യോഗഭ്രഷ്ടരായിട്ടുള്ള രാജാക്കന്മാർ അല്ലെങ്കിൽ ഋഷീശ്വരന്മാരൊക്കെ തന്നെ ആത്മസാക്ഷാത്കാരം കിട്ടിയില്ല, ഉപാസനയുടെ പകുതിയിൽ എത്തിയിട്ടാണെങ്കിൽ ശരീരം ഉപേക്ഷിക്കുന്നതെങ്കിൽ പോലും ഉന്നത കുലജാതരായിട്ട് ഉന്നത കുല ആചാര അനുഷ്ഠാനങ്ങളുള്ള കുടുംബത്തിൽ വന്ന് ജനിക്കും എന്ന് പുരാണങ്ങളിൽ പറയുന്നു. ഏതായാലും അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ബ്രാഹ്മണൻ്റെ ആദ്യത്തെ ഭാര്യയിൽ 9 പുത്രന്മാർ, രണ്ടാമത്തെ ഭാര്യയിൽ ഒരു പുത്രനും പുത്രിയും, ടിങ്സ് എന്നൊക്കെ ഇന്നത്തെ ഭാഷയിൽ പറയും. അങ്ങനെ രണ്ടാമത്തെ ഭാര്യയിലെ ഉണ്ണിയായി നമ്മുടെ ഭരതയോഗീശ്വരൻ, 3ാമത്തെ ജന്മം. അപ്പോൾ എന്തു ചെയ്തു? ജനിച്ചിട്ട് ഒരു ശബ്ദവും പുറപ്പെടുവിച്ചില്ല. കാരണം ഒരു ജന്മം നഷ്ടമായി, അത് കാരണം 2ാമത്തെ ജന്മവും നഷ്ടമായി. അല്ലേ? ചില സമയത്ത് നമ്മുടെ മൗനം വാചാലതയേക്കാൾ ശക്തി നൽകും എന്ന് കാണിച്ചുകൊണ്ട് നിശബ്ദനായിട്ട്, അച്ഛ അമ്മ എന്ന് പോലും വിളിച്ചിട്ടില്ല ആരോടും. അല്ലേ? മൂകനെ പോലെ, ബദിരനെ പോലെ, അന്ധനെ പോലെയൊക്കെ അദ്ദേഹം ജീവിച്ചു. അതുകൊണ്ട് എല്ലാവരും അവനൊരു പേരിട്ടു, എന്ത്? ജഡൻ. അപ്പം ഭരതയോഗീശ്വരൻ്റെ ജന്മമായിട്ട് ജഡൻ്റെ കൂടെ പ്ലസ് ഭരതൻ, ജഡഭരതൻ എന്നെല്ലാവരും വിളിച്ചു. ആരോടും തന്നെ, അച്ഛനോടും അമ്മയോടും നല്ല ആരോടും ഒരു മിണ്ടാട്ടവും എടുക്കുന്നില്ല. എല്ലാവരും അദ്ദേഹത്തിനെ കൊണ്ടുപോയി ഓരോ ജോലികളൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷേ അച്ഛൻ്റെ സംസ്കാരം, ഒരു പിതാവാവട്ടെ മാതാവാവട്ടെ, പുത്രന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ള നല്ല നല്ല സംസ്കാരങ്ങൾ കൊടുക്കുക എന്നുള്ള ഒരു പിതാവിൻ്റെ കടമ എന്നുള്ള രീതിയിൽ പിതാവിൽ നിന്ന് സംസ്കാര സമ്പന്നനായി തീരുവാൻ വേണ്ടി അദ്ദേഹത്തിനെ ഉപനയനാദി ക്രിയകളൊക്കെ, അതിൽ പൂണൂലിടുക എന്നുള്ള സംസ്കാരം, അതിനുശേഷം സമാവർത്തന ചടങ്ങുകൾ, ഉപനയനം, അല്ലേ? ദ്വിജനാക്കുക, ഗുരുകുലത്തിലേക്ക് വിദ്യാഭ്യസിക്കാൻ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ തന്നെ അതുകൊണ്ട് ബാഹ്യവിഷയങ്ങളെ കാണാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷേ ഉപനിഷത്ത് കണ്ണ്, ശ്രദ്ധയാകുന്ന കണ്ണ്, അതാണ് പൂണൂലിടുന്നതിലൂടെ നേടുന്നത്. ഗായത്രി ഉപദേശം, അല്ലേ? ഗായത്രി മന്ത്രത്തിലൂടെ, സൂര്യോപാസനയിലൂടെ നമുക്ക് ആ ഭഗവാന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അനുഭവിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഉണ്ണിക്ക് ആവശ്യമില്ലെങ്കിൽ പോലും അച്ഛൻ ഉപനയനാദി സംസ്കാരങ്ങളൊക്കെ ചെയ്തു. ആവുന്നത് ഗായത്രി ജയിപ്പിക്കാനായിട്ട് നോക്കി. എന്ത്? ഓം എന്ന് പോലും ചൊല്ലുന്നില്ല. പിന്നാട്ടെ ഓം ഭൂർഗസ്വത് അസൂർധ്വരേണ്യൊക്കെ ചൊല്ലാൻ പറ്റുമോ? എത്രയൊക്കെ അച്ഛൻ ശ്രമിച്ചിട്ടും ഉണ്ണി ചൊല്ലുന്നില്ല. അച്ഛന് വളരെയധികം വിഷമായി. നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ട് വേണ്ട വിധം സംസ്കാര സമ്പന്നനാവാത്തപ്പോൾ, ഗായത്രി ജപിക്കാത്തപ്പോൾ അച്ഛന് വല്ലാത്ത വിഷമം. അല്ലേ? ഗായത്രി ജപിക്കുന്നവനെ, അല്ലേ, ത്രാണനം ചെയ്യുന്നു, രക്ഷിക്കുന്നതാണ് ഗായത്രി മന്ത്രം, അല്ലേ? അപ്പോൾ ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്ന, രക്ഷിക്കുന്ന ഗായത്രി മന്ത്രം ജപിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അച്ഛന് വളരെയധികം വിഷമമായി. ഒടുവിൽ അച്ഛൻ ശരീരം ഉപേക്ഷിക്കേണ്ട സമയമായി. അച്ഛൻ ശരീരം ഉപേക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് അധികം താമസിയാതെ അച്ഛനോടൊപ്പം അമ്മയും ശരീരത്യാഗം ചെയ്യുകയാണ്. പിന്നെ അച്ഛനും പോയി, അമ്മയും പോയി. പിന്നെ സഹോദരന്മാരാണ്, അവരുടെ കൂടെ അങ്ങനെ വളരുന്നു. അവർക്ക് ഇവനെ വിദ്യാഭ്യസിക്കണം എന്നൊന്നും ആഗ്രഹമില്ല. അച്ഛൻ ശ്രമിച്ചിട്ട് പോലും നടക്കാത്ത ഒരു ആൾ, അല്ലേ? ആത്മാരാമനായി തൻ്റെ ഉള്ളിൽ ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യോഗീശ്വരനാണെന്ന് സഹോദരന്മാർക്ക് പോലും മനസ്സിലായില്ല. ഇദ്ദേഹത്തിനെ ധാരാളം പണിയെടുപ്പിക്കും. ചിലപ്പോൾ വലിയ ചുമടെടുപ്പിക്കുകയും അതുപോലെ പലതരത്തിലുള്ള കഠിനമായ ജോലികളൊക്കെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ചില സമയത്ത് കൂലി കൊടുത്തു എന്ന് വരും. വീട്ടുകാർ മാത്രമല്ല, നാട്ടുകാരും എന്തു പണിയെടുക്കും. തടിച്ചു കൊഴുത്ത ശരീരമാണ്, ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല, എന്തു കൊടുത്താലും കഴിക്കും. അതിന് ടേസ്റ്റ് ഉണ്ടോ ടേസ്റ്റ് ഇല്ലയോ, ഉപ്പുണ്ടോ എരിവുണ്ടോ പുളിയോ ഒരു പരാതിയില്ല. കുറച്ചേ കിട്ടിയുള്ളൂ, അത് കഴിക്കും. കൂടുതൽ കിട്ടിയാലും കഴിക്കും. ഒന്നിനും ഒരു പരിഭവമില്ലാതെ, ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ അങ്ങനെ കഴിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ നാട്ടിൽ ഒരു ധനികനായ ഒരു ചോര രാജാവ്, അദ്ദേഹത്തിന് സന്താനമില്ലാതെ ഇരിക്കുന്നു. ആ സമയത്താണ്
ചില ജ്യോതിഷികൾ പറഞ്ഞു നരബലിയൊക്കെ അന്ന് നടന്നിരുന്ന സമ്പ്രദായ കാലമാണ്. അപ്പോൾ നരബലി നടത്തിക്കഴിഞ്ഞാൽ സന്താന ലഭ്യം ഉണ്ടാവും എന്ന് പറഞ്ഞു. അതനുസരിച്ച് നരബലിക്കുള്ള തയ്യാറെടുപ്പോടുകൂടി ഒരാളെ ബന്ധിച്ചു വെച്ചിരുന്നു. പക്ഷേ സമയമായപ്പോൾ യൂപത്തിൽ നിന്നും ആ ബലിക്കുള്ള ഉണ്ണി ഓടിപ്പോയി. തൽക്കാലം പകരം ഒരു ആളെ തപ്പി വരുമ്പോഴാണ് വിളകൾക്കൊക്കെ കാവൽ നിൽക്കാനായില്ലേ, നെൽവയലുകളിലൊക്കെ അങ്ങനെ നെല്ല് പൂത്ത് പൊഴിക്കുമ്പോൾ അത് കൊത്തിക്കൊണ്ട് പോവാതിരിക്കാൻ നമ്മൾ ആൾക്കാരെ വെക്കാറുണ്ട്. അങ്ങനെ കാവലിരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരുമില്ലല്ലോ. ഉണ്ണിയെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് വിളവ് കൊയ്യുന്നിടത്ത് ഒരു കാവലായിട്ട് തട്ടിച്ചു കൊഴുത്ത് നമ്മുടെ ജഡഭരതൻ അങ്ങനെ ഇരിക്കുന്നത് കാണുന്നു. ഇവർക്ക് വളരെ സന്തോഷമായി. ഇവർ സന്തോഷത്തോടു കൂടി നമ്മുടെ ജഡഭരതനെ കൂട്ടിക്കൊണ്ടുവന്നു, കെട്ടി വലിച്ചു കൊണ്ടുവന്നു എന്നാണ് ഭാഗവതം. അങ്ങനെ കെട്ടി വലിച്ചു കൊണ്ടുവന്നു. അപ്പോൾ വളരെ ദിവസങ്ങളായി കുളിച്ചിട്ട് വസ്ത്രം മാറിയിട്ട് എവിടെ വേണേൽ കിടക്കും. കട്ടിൽ വേണം, മെത്ത വേണം, അങ്ങനെയൊന്നുമില്ല. നിലത്താണെങ്കിൽ നടക്കുക, റോഡിലാണെങ്കിൽ റോഡിൽ എവിടെ കിട്ടുന്നിടത്ത് കിടക്കും. ശരീരത്തിൽ ധാരാളം പൊടികൾ. അങ്ങനെ വളരെ ദിവസങ്ങളായി മാസങ്ങളായി കുളിച്ചിട്ട് അങ്ങനെ ഉരച്ച് തേച്ച് കുളിപ്പിച്ചപ്പോഴാണ് പൂണൂല് കാണുന്നതിൽ നിന്ന് ഒരു ബ്രാഹ്മണനാണെന്ന് മനസ്സിലാവുന്നു. ഏതായാലും ആ ഭദ്രകാളി ദേവിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. വിധിപ്രകാരമൊക്കെ കുളിപ്പിച്ച് പട്ടുവസ്ത്രം, ചുമന്ന പട്ടുവസ്ത്രമൊക്കെ ധരിപ്പിച്ചു. ചെമ്പരത്തി മൂവമാലയൊക്കെ കഴുത്തിൽ അണിയിച്ചു. വയറ് നിറച്ച് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് നരബലി പീഠത്തിലേക്ക്, അവിടെ പത്മമൊക്കെ ഇട്ട് നരബലിയുടെ കളമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, അവിടേക്ക് നമ്മുടെ ജഡഭരതനെ അങ്ങനെ കൊണ്ടു നിർത്തി. എന്നാൽ തന്നെയാണ് നരബലിക്ക് കൊണ്ടു നിർത്തിയിരിക്കുന്നത്. ഞാൻ വരുന്നില്ല, എന്തെങ്കിലും ഒരു അക്ഷരം ഒന്നും മിണ്ടിയില്ല. ഇതാണ് ഒരു യഥാർത്ഥ ഭക്തൻ. എന്തുമല്ലേ നമ്മൾ അംബരീഷ ചരിത്രത്തിലും കാണാം. ഉപദ്രവിക്കണം, ശപിക്കണം എന്ന് വിചാരിച്ച വന്ന ദുർവാസാവിൻ്റെ പോലും അനുഗ്രഹം ഏറ്റുവാങ്ങുന്ന എൻ്റെ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്നുള്ള ആ ഒരു നമ്മെ ഭക്ത പ്രണശ്യതി എന്ന ഭഗവാന്റെ വാക്കിനെ വിശ്വസിക്കുന്ന ആത്മാരാമനായി തൻ്റെ ഉള്ളിൽ ആത്മാനന്ദം അനുഭവിച്ച അദ്ദേഹത്തിന് എന്ത് വേണേ സംഭവിക്കട്ടെ നച്ചല്ലതി എന്നുള്ള ഭാവത്തോടുകൂടി നിന്നു. അങ്ങനെ നരബലിപീഠത്തിലേക്ക് അദ്ദേഹത്തിനെ കയറ്റിയിരുത്തി. ആ പ്രധാന പൂജാരി അദ്ദേഹത്തിൻ്റെ ശിരസ് അടുക്കാനായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയുള്ള വാളുമായി ശിരസ്സറുക്കാൻ തയ്യാറായ സമയത്ത് അവിടെ ഒരു ചെലമ്പൊലി ശബ്ദം, ഒരു അട്ടഹാസം. അപ്പോൾ നരബലി അർപ്പിക്കാൻ തയ്യാറായിരുന്ന രാജാവും അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാരും പൂജാരിയൊക്കെ ആരെ എവിടെയെന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ആ പരബ്രഹ്മ തേജസ്സുകൊണ്ട് അപാര ചൈതന്യത്തോടുകൂടി ശോഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ തേജസ് താങ്ങാൻ, ബ്രഹ്മതേജസ് താങ്ങാൻ ഭദ്രകാളിക്ക് ശീലകത്തിരിക്കാൻ വയ്യ. ദേവി അവിടെ നിന്ന് ചിലമ്പ് കുലുക്കിക്കൊണ്ട് ആർത്തട്ടഹസിച്ചുകൊണ്ട് ശീലകത്തു നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് ആ പൂജാരിയുടെ കയ്യിൽ നിന്നും വാളു പിടിച്ചു പറിച്ചു. എന്നിട്ട് ആദ്യം ആ പൂജാരിയുടെ ശിരസ് അറുത്തു. എന്നിട്ട് ആ രക്തം അമ്മ പാനം ചെയ്തു. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലം ച കുലധർമ്മം ച പാലയ പാലയമാം. അമ്മേ നാരായണ. ആ രക്തം അങ്ങനെ പാനം ചെയ്തു. എങ്ങനെ അമ്മയുടെ ശരീരം, കറുത്തിരുണ്ട ശരീരം, ചുമന്ന കണ്ണുകൾ, വജ്രം പോലെയുള്ള ഇതൊക്കെ ദംഷ്ടകളൊക്കെ ആയിട്ട് അധർമ്മം ചെയ്യുന്ന ദുഷ്ടന്മാരുടെ ശിരസ്സുകളെ കഴുത്തിൽ തലയോട്ടി മാലയായിട്ട് ധരിച്ച് ദുഷ്ടന്മാരുടെ കൈകളെ അരഞ്ഞാണമായി അങ്ങനെ ധരിച്ചുകൊണ്ട് അമ്മ അവിടെ ആർത്തട്ടഹസിച്ചു. അമ്മയുടെ കൂട്ടുകാരികളായ ഭൂതഗണങ്ങളും അവിടെ ആവിർഭവിച്ചു. എല്ലാവരും കൂടി ഇല്ലേ. ഇനി ജനുവരി 12, 13 തിരുവാതിരയാണ്, ധനുമാസത്തിലെ തിരുവാതിര. തിരുവാതിരയ്ക്ക് നടുക്കൊരു വിളക്ക് വെച്ചിട്ട് മുമ്പേ നാരായണീയത്തിന് യൂണിഫോമിൽ നിന്നില്ലേ അമ്മമാർ വായിച്ചതുപോലെ അവിടെ നിന്നുകൊണ്ടുള്ള തിരുവാതിര കളി. മഹാദേവൻ്റെ പിറന്നാൾ സുദിനം, പെരുന്തട്ട മഹാദേവൻ്റെ തിരുവാതിര അല്ലേ. അത് തിരുവാതിരയ്ക്ക് നിൽക്കുന്നത് പോലെ ബലിപീഠത്തിൽ നമ്മുടെ ജഡഭരതൻ നിൽക്കുന്നു. പക്ഷേ ചുറ്റിനും അമ്മയും ഭൂതഗണങ്ങളും കൂടെ ആനന്ദ കന്തുകലീലയ എന്നാണ് ഭാഗവതം. അവിടെ ഭദ്രകാളിയും ഭൂതഗണങ്ങളും കൂടെ പിന്നുള്ള നരബലി തീരുമാനിച്ചതായ ആ രാജാവിൻ്റെ ശിരസ്സും അവിടെ നിന്ന് എല്ലാവരുടെയും ശിരസ്സുകൾ വാളുകൊണ്ട് വെട്ടിമുറിച്ചിട്ട്
പന്തടിച്ച് അമ്മ കന്തുകലിയിലയാ, പന്തടിച്ച് അമ്മ കളിച്ചു. ഇതെല്ലാമായിട്ട് ആ പ്രദക്ഷിണം വെക്കുന്ന കളിച്ച് നൃത്തം ചവിട്ടുമ്പോൾ അമ്മ ഇടയ്ക്കൊന്ന് ഭരതനോട് ചോദിച്ചു, അല്ല ഉണ്ണി എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ, ഉണ്ണി ഒന്ന് പറയൂ. അപ്പോഴും ഇല്ലേ, ഭഗവാനാവട്ടെ ഭഗവതിയാവട്ടെ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താണ് വരം ചോദിക്കാനുണ്ടാവുക? വരമൊന്നും വേണമെന്ന് തോന്നരുതേ എന്ന് പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ, മാർക്കാണ്ഡേയൻ പറഞ്ഞതുപോലെ ഒക്കെ പറയാറാവുക അല്ലേ? അതെല്ലാവർക്കും സാധിക്കില്ല. ഉണ്ണി അപ്പോഴും തൻ്റെ ശിരസ്സറുക്കാനായി ബലിപീഠത്തിൽ നിന്നപ്പോഴും മന്ദഹാസ പുഞ്ചിരി അല്ലാതെ ഒരക്ഷരം മിണ്ടിയില്ല. കാരണം എന്താ? എപ്പോഴും തൻ്റെ ഉള്ളിൽ നിത്യവും ആ സച്ചിദാനന്ദ സ്വരൂപാനന്ദം അനുഭവിച്ചുകൊണ്ട് ആത്മാരാമനായിരിക്കുന്ന ഒരു ജീവനെ സംബന്ധിച്ച് എന്തെല്ലാം ഇവിടെ സംഭവിച്ചാലും തനിക്കൊന്നും ചെയ്യാനില്ല. തൻ്റെ ജീവൻ രക്ഷിക്കണോ വേണ്ടിയോ എന്ന് ഭഗവാൻ തീരുമാനിക്കും. ഒരു യഥാർത്ഥ ഭക്തനെ സംബന്ധിച്ച് ഒന്നും ഭഗവാനോട് ആവശ്യപ്പെടണ്ട. ഭവൻ ഹിതും ഹദാതു ബർഹസി. കാരണം അന്തർയാമി അദോഷജൻ എന്നൊക്കെ ഭഗവാന് പേരുണ്ടല്ലോ. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ തൻ്റെ സഹോദര ഭക്തനെ ഇല്ലേ, ഇടത്തരിയത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനെ ഇടത്തരിയത്ത് കാവിലമ്മ രക്ഷിക്കുമെന്ന് 100% നമ്മുടെ ഭരതന് ഉറപ്പ് തന്നെയാണ്. അങ്ങനെ ഏതായാലും ആ ഭരതനെ രക്ഷിച്ച് സർവഭൂത സുഹൃത് എന്നാണ്. അപ്പം എന്തെല്ലാം ഒക്കെ പ്രതിബന്ധങ്ങൾ അല്ലെ, എത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചപ്പോഴും ഒക്കെ തന്നെ ഇവിടെ തൻ്റെ ഭഗവാൻ തന്നെ രക്ഷിക്കും എന്നുള്ള ഉറപ്പിൽ നിന്ന ആ ജഡഭരതൻ, അതാണ് ജഡഭരത ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ, എന്താ ജഡഭരതൻ ചെയ്ത തെറ്റ്? കൊട്ടാരം വിട്ട് ആത്മസാക്ഷാത്കാരത്തിനായി പുലഹാശ്രമത്തിലിറങ്ങി. ഗർഭിണിയായ ഒരു മാൻ പ്രസവിച്ചു. മാൻ മരിച്ചപ്പോൾ ആ കുഞ്ഞിനെ രക്ഷിക്കേണ്ടത് ഒരു രാജാവിൻ്റെ കടമയാണ്. ശരിയാണ്, ഭൂതദയ കൃപ ശരിയാണ്. പക്ഷേ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ താൻ കൊട്ടാരവും ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ വിട്ട് വനത്തിലേക്ക് ഇറങ്ങിയത്, തൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി. സർവഭൂതദയ നല്ലതാണ്, പക്ഷെ അത് ആസക്തിയായാൽ തൻ്റെ ജീവിത ലക്ഷ്യത്തിന് ഏതൊന്നിനു വേണ്ടി കൊട്ടാരം വിട്ട് ഇറങ്ങിയോ അതിൽ നിന്ന് തനിക്ക് ഭ്രഷ്ടനാവേണ്ടി വന്നു, യോഗഭ്രഷ്ടനാവേണ്ടി വന്നു. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞ നമ്മൾ ഈശ്വരാരാധനയിലൂടെ ഭഗവാനെ സേവിച്ച് മനുഷ്യജന്മം സഫലമാക്കി തീർക്കുകയാണ് നമുക്ക് വേണ്ടത്. ഒരിക്കലും ഇത് ഭാഗവതത്തിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെ നമ്മളെന്താ ഇങ്ങനെ ആവണം എന്ന് ചില കഥാപാത്രങ്ങൾ, ചിലരിലൂടെ അങ്ങനെ ആകരുത്. ഇത് രണ്ടും അല്ലാതെ ഇതിൽ കേട്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കണം എന്നല്ല. ഇതിലെ ഏത് നമ്മൾക്ക് ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം ധന്യമാക്കി തീർക്കാൻ സാധിക്കും. സർവഭൂത സുഹൃത് അല്ലേ എന്നുള്ള പേര് ശരിയാണ്. പക്ഷേ തൻ്റെ ഈശ്വരാരാധനയ്ക്ക് അറ്റാച്ച്മെൻറ്റ്, ആസക്തി ആ ജീവനെ എത്രത്തോളം തകർക്കും എന്ന് ഭരതയോഗീശ്വരനിലൂടെ നമുക്ക് കാണിച്ചു തന്നു. പിന്നെ ഗണ്ഡകി നദി, അവിടെ സാളഗ്രാമമുണ്ടാവും. അത് ദേവീഭാഗവതത്തിൽ പറയുന്ന വളരെ ശ്രേഷ്ഠമായ ഒരു കഥയാണ്. നേപ്പാളിനടുത്താണ് ഗണ്ഡകി നദി. അവിടെ സാളഗ്രാമമുണ്ടാകുമെന്ന് പറഞ്ഞു. അതായത് ദേവീഭാഗവത്തിൽ നവമസ്കന്ധത്തിൽ 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലൂടെ തുളസിയുടെ ജന്മം പറയും അല്ലേ. ഗോലോകത്ത് ഭഗവാനോടൊപ്പം രാസലീല ആടിക്കൊണ്ടിരുന്നതായ തുളസീദേവി ഭഗവാനോടൊപ്പം രാസലീല ആടുമ്പോൾ രാധാറാണി വന്ന് കണ്ടു. രാധയ്ക്ക് ഇഷ്ടമല്ല ഭഗവാനോടൊപ്പം വേറൊരു ഗോപി രാസലീല ആടുന്നത്. രാധയെ ശപിച്ച് മനുഷ്യയോനിൽ പിറക്കട്ടെ എന്ന് ശപിച്ചു. അതിനനുസരിച്ച് ആ ധർമ്മധ്വജൻ്റെയും മാലതിയുടെയും മകളായി തുളസി എന്ന പേര്, തുലാമാസ പൗർണമി വെള്ളിയാഴ്ച ദിവസം മറ്റൊന്നിനോടും തുലനം പറ്റാത്തത് കൊണ്ട് തുളസി എന്ന് പേരിട്ട് വളർത്തി. പക്ഷേ പെൺകുട്ടി വളർന്നു വന്നു. ഒരു 10-12 വയസ്സായപ്പം തുളസിക്ക് ഒരേ ഒരു ആഗ്രഹം, എന്തേ, എനിക്ക് ബദ്രിനാഥിൽ പോകണം.
അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു, വിവാഹം ഒരുപാട് കഴിഞ്ഞിട്ടാണ് മോളുണ്ടായത്, അല്ല നീ പെൺകുട്ടിയാണ്, ബദരി ഇന്നത്തെ അത്രയൊന്നും യാത്രാ സൗകര്യങ്ങളില്ലാത്ത കാലമാണ്. ആ സമയത്ത് ശരി പോയി, നിർബന്ധമായിട്ട് പോണമെന്നായി. എന്നാൽ ശരി പോയിട്ട് വരൂ. പോയി ബദരിനാഥിനെ തപസ്സനുഷ്ഠിച്ചു. ബദരിനാഥിൻ്റെ അനുഗ്രഹത്തോടു കൂടി തനിക്ക് വീണ്ടും ഗോലോകനാഥനായ ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് തഥാസ്തു പറഞ്ഞു. വിഷമിക്കേണ്ട, നിന്നെപ്പോലെ ഗോലോകത്ത് വെച്ച് സുധാമാവ് എന്ന് പറഞ്ഞ ഗോപനും രാധയുടെ ശാപത്തോടുകൂടി ഭൂമിയിൽ ഒരു ദൈത്യനായിട്ട് വരും, ശംഖുചൂടൻ എന്ന പേരിൽ. നിങ്ങൾ തമ്മിൽ കുറച്ചു കാലം ദാമ്പത്യ ജീവിതം ഉണ്ടാകും, അതിനുശേഷം തിരിച്ച് രണ്ടുപേർക്കും ഗോലോകത്ത് എത്തിച്ചേരാം എന്ന് പറഞ്ഞതനുസരിച്ച് ഇതാ സുധാമാവെന്ന് പറഞ്ഞതായ ഗോപനും ശംഖുചൂടൻ എന്ന പേരോടുകൂടി ഭൂമിയിൽ എത്തിച്ചേരുന്നു. രണ്ടുപേരും ബദരിയാശ്രമത്തിൽ വെച്ച് കണ്ടുമുട്ടുന്നു. രണ്ടുപേർക്കും പൂർവ്വജന്മ സ്മരണയുണ്ടായി, ഞങ്ങൾ ഗോലോകനാഥനായ ഭഗവാന്റെ അടുത്ത് വാണവരാണ് എന്ന്. അവർ യഥാവിധി ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം ഗൃഹസ്ഥാശ്രമമൊക്കെ സ്വീകരിച്ചു. അങ്ങനെ കാലം കഴിഞ്ഞ് വരുമ്പോഴാണ് ഭൂമി സ്വർഗ പാതാളങ്ങളെല്ലാം ഇവരുടെ അധീനത്തിലായി എന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും ഈ ശംഖുചൂടനെ വധിക്കണം. അപ്പം മഹാദേവൻ ശംഖുചൂടനെ വധിക്കാനായി തയ്യാറായി. പക്ഷേ എത്ര ദിവസം മഹാദേവനുമായി ശംഖുചൂടൻ ഘോരമായ യുദ്ധം നടത്തിയിട്ടും ജയവുമില്ല, പരാജയവുമില്ല. ആ സമയത്താണ് ഭഗവാൻ മഹാവിഷ്ണു ഗുരുവായൂരപ്പൻ അവിടെ എത്തിച്ചേർന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നും ശംഖുചൂടനെ വധിക്കാൻ സാധ്യമല്ല. കാരണം ശംഖുചൂടൻ ബദരിയാശ്രമത്തിൽ പോയി ഭഗവാനെ തപസ്സനുഷ്ഠിച്ച് ബദരി കവചം വാങ്ങിച്ചിട്ടുണ്ട്. അതെങ്ങനെങ്കിലും കൈവശമാക്കണം. അതുപോലെ തുളസീദേവിയുടെ പാതിവ്രത്യവും നശിപ്പിക്കണം. എന്നെങ്കിൽ മാത്രമേ ശംഖുചൂടനെ വധിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഏതായാലും ഭഗവാൻ ആ സമയത്ത് ബ്രാഹ്മണ വേഷം മാറി വന്ന് മഹാദേവനോടെല്ലാം പറഞ്ഞ ശേഷം ശംഖുചൂടൻ്റെ വേഷത്തിൽ തന്നെ തുളസിയുടെ അടുത്ത് എത്തിച്ചേർന്നു. ആ മഹാദേവനുമായിട്ടുള്ള ഘോരമായ യുദ്ധമൊക്കെ കഴിഞ്ഞ് അല്ലേ, വിജയശ്രീലാളിതനായി തൻ്റെ ഭർത്താവ് വരികയാണെന്ന് വിചാരിച്ചോടുകൂടി വലിയ പടിവിളക്കൊക്കെ എടുത്ത് സ്വീകരിച്ച് ഭർത്താവിനെ സ്വീകരിക്കുന്ന ഭാവം. പക്ഷേ വേഷം മാറി വന്ന ഭഗവാനാണ് ശംഖുചൂടൻ്റെ വേഷത്തിൽ വന്നതെന്ന് തുളസി അറിയുന്നില്ലല്ലോ. പക്ഷേ ക്രീഡകളിൽ ചില വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ ആരാണ് എന്ന് ചോദിക്കാം. പെട്ടെന്ന് തൻ്റെ യഥാർത്ഥ രൂപം ശംഖുചക്ര ഗഥാധാരിയായി ബർഹാപീഠം നടവരവപു കർണിയോ കർണികാരം ബിഭ്രദ്വാസക്കനവിഷം വൈജയന്തിഞ്ചമാലാം രന്ധ്രാൻ വേണോരതരസുതയാ പൂരയൻ ഗോപവൃന്ദേർ വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശൽ ഗീതകീർത്തിം. തൻ്റെ ഭഗവാനാണ് മുമ്പിൽ വന്ന് നിന്നപ്പോൾ പെട്ടെന്ന് ഒരു നിമിഷം, എത്രയോ നാളായി ഭഗവാനെ കിട്ടാനാണ് തപസ് അനുഷ്ഠിച്ചത്. പക്ഷേ ഭഗവാൻ മുമ്പിൽ വന്നപ്പോൾ മൊഹാലസ്യപ്പെട്ട് അവിടെ വീണു. കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ പെട്ടെന്ന് വെള്ളമൊക്കെ തളിച്ച് മൊഹാലസ്യത്തിൽ നിന്ന് ഉണർത്തി മാറോട് ചേർത്തു. അപ്പോൾ എന്താ ചെയ്തത്? എൻ്റെ പാതിവ്രത്യം അവിടുന്ന് നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങയുടെ ശരീരം കല്ലായിട്ട് പോകട്ടെ. അങ്ങ് എൻ്റെ ഭർത്താവിൻ്റെ രൂപത്തിൽ വന്ന് എന്നെ വഞ്ചിച്ചില്ലേ, അതുകൊണ്ട് അങ്ങയുടെ ശരീരം ഒരു കല്ലായി പോട്ടെ. അങ്ങയുടെ മനസ്സ് കല്ലാണ്, അതുകൊണ്ട് ശരീരവും കല്ലായി പോട്ടെ എന്ന് ശപിച്ചു. എൻ്റെ ഭർത്താവ് എന്ന്, എവിടെ നിൻ്റെ ഭർത്താവ്? നിന്നെ ഞാൻ തൊട്ട നിമിഷം തന്നെ നിൻ്റെ ഭർത്താവ് മഹാദേവൻ്റെ കൈകൊണ്ട് മരണം സംഭവിച്ചു. അവൻ വേഷം മാറി ശംഖുചൂടൻ്റെ റോളൊക്കെ കഴിഞ്ഞു, ഗോലോകത്ത് പഴയ സുധാമാവായിട്ട് എത്തിക്കഴിഞ്ഞു. പിന്നെ നീ പറഞ്ഞില്ലേ നിൻ്റെ പ്രാതിപത്യം നശിപ്പിച്ചു എന്ന്. നീ എത്രയോ നാളായി എന്നെ കാണാനായിട്ടായിരുന്നല്ലോ തപസ്, ഇപ്പം കണ്ടില്ലേ ഭർത്താവൊക്കെ അവിടെ എത്തേണ്ട അടുത്ത് എത്തി. നീയും പെട്ടെന്ന് വേഷം മാറൂ, ശരീരം ഗണ്ഡകി നദിയായി, നിൻ്റെ തലമുടി തുളസിയായി, തുളസി ചെടിയായി. ഭൂമിയിൽ മഹാലക്ഷ്മിയാണ് തുളസി. നിന്നെ എന്നും പൂക്കളിൽ ശ്രേഷ്ഠയായിട്ട്, ഏതൊരു വീട്ടിലും വീടിൻ്റെ കിഴക്കുവശത്ത് ഒരു ചെറിയ തുളസിത്തറ ഉണ്ടാവണം. തുളസിത്തറയ്ക്ക് സ്ഥലമില്ലെങ്കിൽ ഒരു ചെറിയ പൂച്ചട്ടിയിൽ തുളസി ഉണ്ടാവണം. പ്രഭാതത്തിൽ വെള്ളമൊഴിക്കുക, തുളസി തീർത്ഥം കുടിക്കുക, സന്ധ്യയ്ക്ക് ഒരു അന്തിത്തിരി അവിടെ വയ്ക്കുക. അത് നിഷ്ഠയാണ്, തുളസി മാസത്തിൽ മാത്രമല്ല. അങ്ങനെ പൂക്കളിൽ ശ്രേഷ്ഠയാവും. എൻ്റെ എല്ലാ പൂജകളിലും നീ ശ്രേഷ്ഠയാവും. എവിടെ ശംഖ് സാളഗ്രാമം തുളസിയുണ്ടോ അവിടെ ആ വീട് ഐശ്വര്യമാണ് എന്നെല്ലാം പറഞ്ഞു. പെട്ടെന്ന് അവിടെ വരൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നും പോകുന്നു. അങ്ങനെയാണ്
ആ ഗണ്ഡകി നദി. അപ്പോൾ കല്ലാവുമെന്ന് ശപിച്ചല്ലോ, നീ ശപിച്ചതൊരിക്കലും വ്യർത്ഥമായി പോവില്ല. അങ്ങനെ ആ നീ ഒഴുകുന്ന ഗണ്ഡകി നദിയിൽ ഒരു സാളഗ്രാമമായി ഞാൻ എന്നും ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭഗവാന്റെ ആ പ്രതിരൂപമായി ഇന്നും ഇല്ലങ്ങളിലൊക്കെ സാളഗ്രാമം വെച്ച് പൂജിക്കുന്ന സമ്പ്രദായം. ശംഖോ സാളഗ്രാമമോ തുളസിയോ ഇല്ലാതെ ഒരു പൂജ പൂർണ്ണമാവുകയില്ല. അങ്ങനെ പൂക്കളിൽ ശ്രേഷ്ഠയായി അവിടുത്തെ അറിയപ്പെടും, ആരാധിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെയുള്ളതായ ആ ഭഗവാന്റെ ആ പഞ്ചമസ്കന്ധത്തിലെ ഭരത ചരിത്രം അഥവാ ഭദ്രകാളി അവതാരം ഇന്ന് പെരുന്തട്ട മഹാദേവൻ്റെ തിരുസന്നിധിയിൽ അല്ലേ, ഗുരുവായൂരപ്പൻ്റെ മണ്ണിലിരുന്നു കൊണ്ട് പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തിൽ ഭദ്രകാളിയെക്കുറിച്ച് പറയാൻ ഒരവസരം കിട്ടിയത് ജന്മാന്തര പുണ്യമായിട്ട് കരുതുന്നു. എല്ലാവർക്കും ഹാപ്പി ക്രിസ്തുമസ്, അതുപോലെ 2025 ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ ആയുരാരോഗ്യ സൗഖ്യവും ശാന്തിയും സമാധാനവും സമ്പൽ സമൃദ്ധിയുമുള്ള ഒരു പുതുവർഷം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് മംഗളം പാടി നമുക്ക് സമർപ്പിക്കാം. ശങ്കരായ 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 മംഗളം, ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം, സുന്ദരേശ മംഗളം, സനാതനായ മംഗളം, ചിന്മയായ സന്മയായ തന്മയായ മംഗളം, അനന്തരൂപമംഗളം, ചിരന്തനായ മംഗളം, നിരഞ്ജനായ മംഗളം, പുരഞ്ജനായ മംഗളം, അജഞ്ചലായ മംഗളം, അകിഞ്ചനായ മംഗളം, ജഗശിവായ നമഃശിവായ മംഗളം. ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്തി സ്മൃതാ മതിമതീവ ശുഭാം ദദാസി, ദാരിദ്ര്യദുഃഖഭയകാരിണി കാത്വതന്യാ സർവോപകാരകരുണായ സദാദ്രജിത്ത. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമസ്തുതേ. നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ, നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ, നമഃ പാർവതീപദേ ഹര ഹര മഹാദേവ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമ്യേദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോ